ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫസൽ കൊയിലാണ്ടി. ഇന്ന് മിഗ്ദാസ് സാറ്, നൗഫൽ ഭായ്, ജാൻസി മാഡം എല്ലാം ഇന്ന് വന്നിരുന്നു, ഇൻസ്പെക്ഷൻ വന്നിരുന്നു. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. പിന്നെ 2 മാസമായി ഈ ചൂട് കാരണം ക്രോസ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ഇനി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കുറേ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട്. അവർ വന്ന് കുറേ ചീത്തയാണ് കേട്ടതെങ്കിലും അതൊരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. റാബിറ്റ് ഫാം സ്കൂളിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കൊയിലാണ്ടിയിലുള്ള മിസ്റ്റർ ഫസലിൻ്റെ ഫാമിലാണ്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഫാമിൽ. ഒന്നാമതായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഹോളോ ബ്രിക്സിൽ നമ്മൾ കൂടുകൾ നിർത്താൻ പാടില്ല. ഹോളോ ബ്രിക്സിൽ കൂടുകൾ നിർത്തിയുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഇതുപോലെ കാഷ്ണം മൂത്രമൊക്കെ ഹോളോ ബ്രിക്സിൽ തന്നെ നിൽക്കും. അതിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചപ്പോൾ ഇവിടെ എല്ലാം മുയലുകൾക്കൊക്കെ കുറച്ച് ചൊറികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചൊറി വരാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം, കൂടിൻ്റെ ഉള്ളിൽ ഇവർ ഇതുവരെ പ്രൈമർ അടിച്ചിട്ടില്ല. മുയലിനെ കൊണ്ടുവന്നിട്ട് 2 മാസമായി. അപ്പോൾ നമ്മൾ ഫസലിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവർക്ക് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 2 മാസമായിട്ട് ഇപ്പോഴും ഇതിന് കാല് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രൈമർ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട്. നാളെ തന്നെ അത് ശരിയാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുയലുകളെ 2 മാസമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം വെയിറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം ഇവർ ചെയ്യേണ്ടത് ഇതിൻ്റെ തടി ഒന്ന് കുറക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബ്രീഡിംഗ് യൂണിറ്റ് 2-2.5 മാക്സിമം 2.5 കിലോന് അതിന് മുകളിൽ വെയിറ്റ് കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ കൊഴുപ്പ് കെട്ടിയാൽ അഥവാ ഗർഭിണി ആയാൽ തന്നെ കുഞ്ഞുങ്ങൾ വലിപ്പം വളരെ കുറഞ്ഞു പോകും. പിന്നെ ഓവർ കൊഴുപ്പുണ്ടെങ്കിൽ ഗർഭം ധരിക്കാൻ സാധ്യതയില്ല, ഗർഭിണി ആയാൽ തന്നെ പ്രസവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അമ്മയും കുഞ്ഞൊക്കെ മരിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവേ ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസലാണ് യൂണിറ്റ് ബുക്ക് ചെയ്തതും അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്തതും മിസ്റ്റർ ഫസലാണ്. പക്ഷേ ഇനി ഈ മുയലിനെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അനിയനാണ്. കാരണം ഇത് പ്രവാസിയാണ്, തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അനിയന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അനിയനാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടുത്തെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവരെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കുന്നില്ല. അപ്പോൾ പുസ്തകം എവിടെയെന്ന് വെച്ചാൽ വീട്ടിലാണ്, പേപ്പർ എവിടെ വെച്ചപ്പോൾ വീട്ടിലാണ്. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ഇതുവരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവർ അത് നല്ല രീതിയിൽ നടത്തണം, നല്ല രീതിയിൽ വിജയിക്കണം എന്നിവർക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും ദൈവം അതിനെ അവർക്ക് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാം സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. പറയാൻ കാരണം വേണ്ട, ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നത്. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഇത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് മാക്സിമം ഒക്കെ നമ്മളെ എക്സ്പെൻസിലാണ് പോകുന്നത്. അദ്ദേഹമാണ് എല്ലാ എക്സ്പെൻസും ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ 4 ആളെ കൊണ്ടുപോയി നിങ്ങളുടെ ഫാമിലി വന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇത്രയും നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടെ ഒരു കാര്യം കൂടി ആലോചിക്കണം, ഇതേപോലെ ഒരു ഫാം ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്. അതെ, അപ്പൊ ഞാൻ എന്റെ അടുത്ത് 2 യൂണിറ്റ് ഉണ്ട്. ഇവിടുത്തെ 3-4 യൂണിറ്റ് ആയിട്ടുണ്ട്. 8 കൂടുണ്ട്. ആ ടെറസിന്റെ മുകളിലാണ് ചെയ്യുന്നത്. ഒരുപാട് ജോലി കൂടുതലാണ്, കാരണം ദിവസത്തിൽ 3 ടൈം ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ എന്നിട്ടും അതൊക്കെ മാറ്റി നിർത്തിയിട്ട്, ഇപ്പൊ ഞാൻ ആൾറെഡി വേറെ ബിസിനസ്സും ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളെ നല്ല രീതിയിൽ നയിക്കുക. മുയലിനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ പോകുന്നതോട് കൂടി ആശാനെ നിങ്ങൾക്ക് ടാറ്റാണിച്ച് പറഞ്ഞേക്കല്ല ചെയ്യുന്നത്. നിങ്ങളെ ആശാന്റെ കൂടെ ചേർത്ത് നിർത്തണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരെങ്ങനെ സപ്പോർട്ട് ചെയ്യുക? ആരും തരില്ല. കാശ് പോയിട്ടിലായി കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ. പിന്നെ മുയലിനുണ്ടാക്കുക, നിങ്ങൾ എവിടെയെങ്കിലും പോയി കട്ട് ചെയ്ത് വിൽക്കുക, ഇനി കറി വെച്ചിട്ട് ഷാപ്പ് കൊണ്ടു കൊടുക്കുക, ബാറ് കൊണ്ടു കൊടുക്കുക, എന്തുകൊണ്ട് ചെയ്തു പറയും. പക്ഷെ ഇത് നിജാസ് സാർ അങ്ങനെയല്ല പറയുന്നത്. നിജാസ് സാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ മുയലിന് നിർബന്ധമായിട്ട് എനിക്കെന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ 14 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മുയലിനെ അവിടെ തിരിച്ചു കൊണ്ടുവരുന്ന ആളാണ്.
അപ്പോൾ നിങ്ങൾ 2 മിനിറ്റേ ഉള്ളൂ. 2 യൂണിറ്റുള്ളൂ. കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അവിടെ വീടിൻ്റെ കുറച്ച് റിപ്പയർ ആയപ്പോൾ ഫാം ഒന്ന് ചെറുതാക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ യൂണിറ്റ് കൂട്ടുന്നതിലല്ല കാര്യം. മുയലിനെ നമ്മൾ എണ്ണം കൂട്ടുന്നതിലല്ല കാര്യം, വണ്ണം കൂട്ടുന്നതിലാണ് കാര്യം. മാക്സിമം നമ്മൾ കുട്ടികളെ നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് അവർക്ക് നല്ല തൂക്കം വെക്കുക, പെട്ടെന്ന് ഇറച്ചിക്കാകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുക, കാശ് വാങ്ങി പോകത്തിലിടുക, കൂടെ അപ്പോൾ തന്നെ ഫ്രീ ആവും. അത് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുക, ഡെറ്റോളിട്ട് ക്ലീൻ ചെയ്യുക, പ്രൈമർ അടിച്ചിടുക, അടുത്ത ബാച്ചായിരിക്കും മാറ്റുക. അങ്ങനെ റൊട്ടീനായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഒരുപാട് എണ്ണം കൂട്ടിയാൽ ശരിക്കും ലൈഫ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എണ്ണം കൂടുന്നതോടെ നമുക്ക് നഷ്ടം കൂടുക ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എണ്ണം കൂടുക. ഇപ്പോൾ ഹംസ മണ്ണാർക്കാട് അദ്ദേഹം ഫുൾ ടൈം കർഷകനാണ്. മൂപ്പര് ആദ്യം 2 യൂണിറ്റ് കൊണ്ടുപോയി, പിന്നെ അത് എണ്ണം കൂടി ഇപ്പോൾ 10 യൂണിറ്റ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ മൂപ്പർക്ക് നല്ല ഇൻവോൾവ് ആണെങ്കിലും. പക്ഷേ എനിക്കത് കഴിയില്ല. ഇപ്പോൾ ഇന്ന് ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ ഇവിടെ ഏകദേശം അവസാനിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ 12:30. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനും സുരേഷും ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങുകയാണ്. പിന്നെ മിഗ്ദാസ് സാറും ജാൻസി മാഡവും അവിടുന്ന് തിരൂർ പോകും. അപ്പോൾ ഒരു 2 മണി. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് പുലർച്ചെ 2:30 മണിക്കാണ്. ഇപ്പോൾ രാത്രി 2 മണിക്കാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം 24 hours ഈ 24 മണിക്കൂർ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. അത് വലിയൊരു സംഭവമായിട്ട് പറയല്ല, പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എങ്കിലും ഇപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തെങ്കിലും ഇപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു സമയത്ത് നമുക്ക് ഓടിയെത്താൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് ദൂരമുള്ള യാത്രയായിരുന്നു. പിന്നെ ഓരോ ഫാമുകളും തമ്മിൽ ഒരുപാട് ദൂരങ്ങളുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ലാസ്റ്റ് നമ്മൾ നടത്തിയ ആ ഒരു ഇൻസ്പെക്ഷൻ്റെ അത്ര മാനസികമായൊരു സന്തോഷം നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷനിലില്ല. കാരണം വളരെ കുറച്ച് ഫാമേ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ വളരെ 1-2 ഫാം മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ രജനി പ്രദീപ്, അതുപോലെ വേറെ പേര് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ 2 പേരുടെ ഫാമാണ് നല്ല ക്ലിയർ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ തിരുത്താൻ റെഡിയാണ്. അപ്പോൾ എന്തായാലും അവർ തിരുത്തിയിട്ട് അത് ശരിയാക്കും. പിന്നെ അപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും ഇതിനുള്ളൊരു നന്ദി ഞങ്ങൾക്ക് തിരിച്ചു കാണിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് നിങ്ങൾ അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങൾ അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കേണ്ട ഏറ്റവും വലിയൊരു നന്ദി. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.